നമസ്കാരം. ട്രൂലൻസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കൽപ്പറ്റ നഗരസഭയിലാണ്. നഗരസഭ 21 വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി റീന വാസുദേവാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവർ അവസാനഘട്ട പ്രചരണ തിരക്കിലാണ്. ഏതായാലും എങ്ങനെയുണ്ട് മത്സരത്തിന്റെ ഒരു പോക്ക്? വോട്ടർമാരുടെ പ്രതികരണം എത്രത്തോളം ഉണ്ട്? ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? നല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ പിടിച്ചെടുക്കും ഈ വാർഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അഞ്ച് കൊല്ലത്ത് ഭരണം നമുക്ക് ഒന്നും നൽകിയിട്ടില്ല. നമ്മുടെ റോഡിന്റെ അവസ്ഥ തന്നെ കണ്ടാൽ അറിയാലോ. കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റില്ല, രോഗികൾക്കായാലും അങ്ങനെ നടന്നു പോകാൻ പറ്റില്ല. ഗർഭിണികൾക്ക് റോഡിൽ കൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ജയിച്ച റോഡാണ്, നമ്മുടെ റോഡിനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട്, കുടിവെള്ളം എത്താത്ത സ്ഥലത്ത് കുടിവെള്ളം, അങ്ങനത്തെ ക്ഷേമകാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ ഈ UDF കാലങ്ങളായി ഭരിക്കുന്ന ഒരു ഡിവിഷനാണ് ഇത്. അതുകൊണ്ട് അത്തരത്തിൽ വികസനം എത്തിയില്ല എന്നൊരു ഇതുവരെയായിട്ടും ഒരു വികസനം എത്തിയിട്ടില്ല. 20 വർഷമായിട്ട് വലിയ ആത്മവിശ്വാസം ഉണ്ട്. ജയിക്കുന്ന വലിയ ആത്മവിശ്വാസം തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും LDF പ്രവർത്തകരും ചേരുകയാണ്. മുൻ കൗൺസിലർ കൂടിയാണ് റജുലേച്ചി. ഏതായാലും എങ്ങനെയുണ്ട് ഈ വാർഡിലെ LDFന്റെ ഒരു വിജയ പ്രതീക്ഷകൾ? ഈ വാർഡിൽ എന്തായാലും 100% നമ്മൾ ഉറപ്പിച്ചതാ. എന്തായാലും നമുക്ക് തന്നെ ഈ പ്രാവശ്യം പിടിച്ചെടുക്കും. കഴിഞ്ഞ ടേമിൽ ഈ 5 വർഷമായിട്ട് ഞാനും കൂടി ആ നഗരസഭയെ പ്രതിനിധീകരിച്ചതുകൊണ്ട് എനിക്കറിയാം, കൗൺസിലർ ഒരു ഇടപെടലും ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ കുടിവെള്ളം മിക്ക വാർഡുകളിലും 100% കുടിവെള്ളം കൊടുത്തു. പക്ഷേ ഈ വാർഡിൽ അർഹതയുള്ള ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഇവിടെ നേരിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ചോലി റോഡിൻ്റെ വിഷയം, പാലത്തിൻ്റെ വിഷയമുണ്ട്. അത് പിന്നെ നഗരസഭയും കൂടി പിന്നെ MLA പുഷ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിരുന്നു. അതിങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പറയുമ്പോൾ ഇപ്പം ചെയ്യുന്ന പറയല്ലാതെ ഈ 5 വർഷമായിട്ട് ഒരു പുരോഗമനവും വന്നിട്ടില്ല. ഞാൻ തൊട്ടടുത്ത വാർഡിലായിരുന്നു. ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല. അവിടെ ഇപ്പോൾ എനിക്ക് നമ്മുടെ കൗൺസിലർക്ക് ധൈര്യപൂർവ്വം പോകാം. ആരും ഒരു പരാതിയില്ല. 100% ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 90% പറഞ്ഞ കാര്യങ്ങൾ, പ്രകടന പത്രികയിൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി നമ്മളൊപ്പം ഉണ്ടാവും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാവും. ആ പ്രകടന പത്രിക പറയുന്ന 100% കാര്യങ്ങളും ജനങ്ങൾക്ക് ഉറപ്പ് നൽകും. ഒരു അവഗണന ഈ വാർഡിനോട് UDF കാണിച്ചിരുന്നു എന്നതാണോ നിങ്ങളുടെ ഒരു പ്രധാനമായ ആരോപണം? തീർച്ചയായും. കാരണം നമ്മൾ കഴിഞ്ഞ 5 വർഷം ഈ കൗൺസിലറുടെ നഗരസഭ വികസനവുമായി ബന്ധപ്പെട്ട് അനവധി തവണ അദ്ദേഹത്തിനോട് എതിരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും പലപ്പോഴും കൗൺസിൽ പങ്കെടുക്കാതെ ഒരു നിരുത്തരവാദപരമായ സമീപനമാണ് കൃത്യമായി അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ ഏത് വീട്ടിൽ കയറി ചെല്ലുമ്പോഴും